ഇതൊക്കെ തേച്ച് മിനുക്കണ ഒരു വീഡിയോയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. വലിയ കാര്യമായിട്ടുള്ള വിശേഷങ്ങളൊന്നുമില്ല. ഇതൊന്ന് കഴുകണതും പിന്നെ കുട്ടപ്പൻ്റെ പിന്നാലെയുള്ളൊരു ഓട്ടമാണ് കേട്ടോ മെയിനായിട്ട് എന്നുള്ളത്. ആ ഒരു വിശേഷമാണ്. അപ്പോൾ കിണ്ടിയും വിളക്കൊക്കെ വിളക്ക് ഞാൻ ഇടയ്ക്ക് കഴുകും, കത്തിക്കണതല്ല. കിണ്ടിയും പിന്നെ തളിക അങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും എടുക്കണതല്ല. അപ്പോൾ അത് കഴുകിയിട്ട് കുറച്ചായിട്ടുണ്ട്. വിഷുവിന് കഴുകി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോഴാണ് എടുക്കണത്. അധികം ഉപയോഗിക്കാത്ത കാരണം കേട്ടോ കഴുകി വെക്കാത്തത്. അപ്പോൾ അത്യാവശ്യം ക്ലാവൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഈ പുളി വെച്ചിട്ടാണ് തേക്കുക. പുളിയും പിന്നെ ചെറുനാരങ്ങയൊക്കെ ഒഴിക്കണ കണ്ടിട്ടുണ്ട്. എനിക്ക് ഈ പുളി വെച്ച് തേച്ചാൽ തന്നെയാണ് അതിൻ്റെ ഒരു കറ ശരിക്ക് പോണ പോലെ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറേ നേരം നിന്ന് ഉരയ്ക്കണത് കാണിച്ചു കഴിഞ്ഞാൽ ബോറടിക്കും. അത്ര നേരം ഉരച്ചാൽ അതിൻ്റെ ഒരു ക്ലാവ് പോകണുള്ളൂ. അല്ലാണ്ട് കുറച്ച് നേരം ഉരയ്ക്കുമ്പോൾ ഒന്നും അങ്ങനെ അധികം പോണ പോലെ തോന്നിയിട്ടില്ല. അപ്പോൾ ഈ ഒരു കഷ്ണം പുളിയും ഇത്രയ്ക്ക് തന്നെ ഞാൻ വീണ്ടും എടുത്തു വിട്ടാൽ രണ്ടാം വട്ടവും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കണത് അകത്ത് വെച്ച് കഴുകണോ പുറത്ത് വെച്ച് കഴുകണോ എന്നാണ്. കാരണം പുറത്ത് നല്ല കൊതുണ്ട്. കൊതു കുത്തി ഇത് ഉരയ്ക്കാനൊന്നും മര്യാദയ്ക്ക് പറ്റില്ല. അടുക്കളയിൽ വെച്ച് ഇങ്ങനെയുള്ള പാത്രങ്ങൾ കഴുകാനും പാടില്ല എന്നുള്ളതും അറിയാം. പക്ഷെ വേറെ നിവർത്തിയില്ലാത്ത കാരണം കുറച്ച് നേരത്തെ ചിന്തകൾക്ക് ശേഷം ഞാൻ ഇവിടെ തന്നെ നിന്ന് ആരംഭിച്ചു. കുറച്ചധികം സമയം പുളിയിട്ട് ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടുപാത്രങ്ങളൊക്കെ ഇതുപോലെ പളപളാ തിളങ്ങും. അങ്ങനെ ഇതൊക്കെ തേച്ച് മിനുക്കി ഒരു ഭാഗത്ത് മാത്രം എനിക്ക് കറക്റ്റായിട്ട് ക്ലീനാക്കാൻ പറ്റിയില്ല കേട്ടോ. അതിന് ഈ ഒരു മീതത്തെ സാധനം ഊരിയെടുക്കണം. അത് ഊരാനായിട്ട് പറ്റിയില്ല. അവിടെ മാത്രം കുറച്ച് ഇങ്ങനെ ഒരു പച്ച കളർ പോലെയുണ്ട്. ബാക്കി എല്ലാ കളറും പോയി നന്നായി വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. രാവിലെ എൻ്റെ വഴിക്ക് ഞാൻ ആദ്യം ചെയ്ത പണി മടി പിടിച്ചല്ലെങ്കിൽ നീക്കി അതവിടെ ഇരിക്കും. അപ്പം മടിയുള്ള കാര്യങ്ങൾ ഞാൻ ഏറ്റവും ആദ്യം ചെയ്യും. പിന്നെ എനിക്കൊരു എനർജിയാണ് പണിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മടി. ആ ഒരു മടി മാറിയപ്പോൾ അന്നത്തെ ദിവസത്തെ എല്ലാ പണിയെടുക്കാനുള്ള എനർജിയും കിട്ടി, കൂട്ടത്തിൽ ഒരു പണിയും കിട്ടി. ഇന്ന് ഒന്നാമത് ഇത്തിരി ചിറ്റിക്കളി ദിവസമായിരുന്നു. ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കൂടുതൽ സമയം വേണ്ടേ. അതിൻ്റെ ഇടയിൽ കുട്ടപ്പനും ചെറുതായി എന്നെ ഒന്ന് ഓടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ രാവിലെ വെള്ളയപ്പമാണ് ഉണ്ടാക്കിയത്. വെള്ളയപ്പവും മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കണതിൻ്റെ ഞാൻ മുന്നൊരു ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ വെള്ളയപ്പത്തിനുള്ളത് അരച്ചത്. ഞാനിങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിയൊക്കെ ആദ്യം ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ടാണ് പലഹാരം ഉണ്ടാക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ചായ വെപ്പും. ചായ വയ്ക്കണത് കറണ്ടിൻ്റെ അടുപ്പിലാണ്. അപ്പോൾ വിശക്കണവർക്ക് വന്നെടുത്ത് കഴിക്കാമല്ലോ. ഇവിടെ അങ്ങനെ ഒരുമിച്ചിരുന്ന് കാപ്പി കുടിക്കുക അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വല്ലപ്പോഴും വിശക്കുമ്പോൾ ആർക്കൊക്കെ വിശക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഉണ്ടാക്കി കൊടുക്കലാണ് പരിപാടി. പിന്നെ വല്ല ഞായറാഴ്ചയൊക്കെ വരണം ഒന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കണമെങ്കിൽ. വിശപ്പ് സഹിച്ചിരുന്ന് ഇന്നാൾ വരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഇരുത്തം കുറവാണ്. ഞാനായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. വിശന്നാൽ പിന്നെ കഴിക്കും. ഇപ്പോൾ ഭർത്താവിനെ കാത്തിരിക്കുക, മക്കളെ പിന്നെയും കാത്തിരിക്കും തോന്നുന്നു. പക്ഷെ ചേട്ടൻ അങ്ങനെ കാത്തിരുന്നു. അത് കല്യാണം കഴിഞ്ഞ ആ ഒരു അവസരത്തിൽ തന്നെയായിരുന്നു ഒരുമിച്ച് കഴിക്കൽ. പിന്നെയൊക്കെ വിശക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് പറയും ഇങ്ങനെ കാത്തിരിക്കണ്ട, വിശന്നാൽ കഴിച്ചോളാൻ പറയും. അങ്ങനെയൊക്കെയായി പിന്നത്തെ രീതികൾ. അങ്ങനെ എൻ്റെ കാപ്പിക്കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കുട്ടപ്പൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലലാണ്. അതാണ് റൂട്ടീൻ. നമ്മുടെ ഭക്ഷണം അവന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ചെന്ന് കുറച്ച് നേരം, അത്ര നേരം കെട്ടിയിട്ടൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് നേരം ഒന്ന് അഴിച്ച് വിടാൻ വേണ്ടി അവിടെ തൊരയിട്ട് നിൽക്കുന്നുണ്ട്. എന്നെയും കാത്ത് അവിടെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മണിയടി വല്ലാണ്ട് കേൾക്കാം, കഴുത്തിലത്തെ മണി കണ്ട പരാക്രമം എടുത്തിട്ടാണ് നിൽക്കണത്. ഇപ്പോൾ ഒന്ന് അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഓടിക്കളിക്കും. അങ്ങനെ ദൂരത്തേക്കൊന്നും ഇതുവരെ ഓടിയിട്ടില്ല. സ്ഥിരം ഓടണ ഭാഗങ്ങളുണ്ട്, അവിടേക്ക് തന്നെ പോവുക. പക്ഷേ പിന്നാലെ നിന്നില്ലെങ്കിൽ എവിടേക്കെങ്കിലുമൊക്കെ ചാടിപ്പോയിട്ട് പിന്നെ തിരിച്ചു വരാൻ വഴി അറിഞ്ഞില്ലെങ്കിലോ എന്നുള്ളൊരു പേടി കാരണം നമ്മളെപ്പോഴും കൂടെ നിൽക്കും.
ഇതിപ്പോൾ വർഷക്കാലമായ കാരണം നല്ലോണം പുല്ല് പൊന്തിയുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പുല്ല് ഇങ്ങനെ എന്തിനാണെന്നറിയണില്ല, പട്ടിയും പൂച്ചയൊക്കെ ഈ പുല്ല് കഴിക്കുന്നുണ്ട്. ചിലർ പറയും വയറുവേദന, അവരെ വയറ് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പുല്ല് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഓട്ടോ ഓടിയതാ. ഇത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീടാണ് കേട്ടോ. അവരെ വീടിൻ്റെ മുകളിലേക്കാണ്. അടുപ്പ് കല്ല് പൂട്ടിയാണ് ഒരു 3 വീടുണ്ട് കേട്ടോ. ഇവിടേക്കാണ് എൻ്റെ ഓട്ടം. അത് വിട്ട് ഓടിയിട്ടില്ല, എന്നാലും നമ്മൾ കൂടെ നിന്നില്ലെങ്കിൽ കണ്ട ഇപ്പോൾ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അധികം അങ്ങനെ ഫ്രണ്ടിലേക്ക് പോകാറില്ല. അപ്പോൾ അവന് ഒരു പരിചയക്കുറവുണ്ടാവും. അവിടെ നിന്ന് അങ്ങനെ ഓടിയാൽ പിന്നെ കിട്ടില്ല. ഞങ്ങളിവിടെ നിന്നിട്ട് ആവുന്നതും വിളിക്കുന്നുണ്ട്. അപ്പം നോക്കുമ്പോൾ വേറൊരു പൂച്ച വന്നിട്ട് അതിനെ നോക്കി കുറേ നേരം നിന്ന് നോക്കി അവൻ്റെ കൈയും കാലമൊക്കെ കാണിച്ചപ്പോൾ പിന്നെ നോക്കുമ്പോൾ അവൻ കിടന്നുകൊണ്ട് നോക്കലായി. ദേഷ്യം വന്നിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറി നിന്ന് കുറച്ച് വെള്ളം മേത്തേക്ക് ഒഴിച്ചു. അങ്ങനെ ഒഴിച്ചപ്പോഴാണ് ഇങ്ങോട്ടൊന്ന് നടന്ന് വരാമെന്നുള്ളൊരു ഐഡിയ ആയത്. അത് കഴിഞ്ഞ് ടെറസിൻ്റെ മുകളിലേക്ക് തന്നെ പിന്നെ ചാടി വരണം. നിലത്തെ പുല്ല് തിന്ന് മതിയാവാണ്ട് ആ വീടിൻ്റെ മുകളിലുള്ള പുല്ല് തിന്നൽ, ഇതിൻ്റെ മുകളിലൊക്കെ ഇടുന്നതുകൊണ്ട് ഒരു പരാക്രമം അടിക്കൽ. ദേഷ്യം വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. പൂച്ച എന്നുള്ള കാര്യം ഞാനും ഇടയ്ക്കാൻ മറന്നു പോകുന്നുണ്ട്. പിന്നെ ആ വീട്ടിലത്തെ ചേച്ചീനെ വിളിച്ചിട്ടാണ് കേട്ടോ ഒന്നിങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റിയത്. അവിടെ ഒരാൾ നിൽക്കണത് കണ്ടാൽ അവനൊരു പേടി തോന്നും. അപ്പോൾ പിന്നെ അവൻ അവിടെ നിൽക്കില്ല, അവിടെ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്ക് വരും. ഇതൊക്കെ കഴിഞ്ഞ് ഇന്നൊരു ബിരിയാണി വെക്കാം എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ നിന്നത്. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഓട്ടം ചാട്ടമൊക്കെ കഴിഞ്ഞത്. അപ്പോൾ കുറേ സമയമൊക്കെ അവിടെ പോയി. അപ്പോൾ ബിരിയാണി വെക്കണേൻ്റെ വീഡിയോ ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചില്ല, എന്നാലും കുറച്ചൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ ഒക്കെ സടപടയെന്നായിരുന്നു. അപ്പോൾ റൈസ് ഞാനിവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ചിക്കൻ വെക്കാൻ പോണത്. അതിൻ്റെ മീതെ ഇടുന്ന സാധനങ്ങൾ 1-2 ലെയറൊക്കെ ആയിട്ട് ഇടുന്നത് അതൊന്നുമില്ല, എല്ലാം കൂടി മീതെ തന്നെ ഇരുന്ന് തട്ടിയുണ്ട്. എത്ര വയ്യെങ്കിലും എനിക്ക് ബിരിയാണി വയ്ക്കുക, ഫ്രൈഡ് റൈസ് വയ്ക്കുക, അങ്ങനെ കുറച്ച് ഫുഡുകളുണ്ട്, കുറച്ചധികം ഇഷ്ടമുള്ള ഫുഡുകൾ. അതുണ്ടാക്കുമ്പോൾ എനിക്ക് വയ്യായും പ്രശ്നമല്ല, പിന്നെ സമയമില്ലായ്മയും പ്രശ്നമല്ല, അത് വെച്ചിരിക്കും. കൂടുതലും ഇവിടെ എല്ലാവർക്കും വീട്ടിൽ വയ്ക്കുന്ന ബിരിയാണി തന്നെയാണ് ഇഷ്ടം. പുറമെന്ന് വാങ്ങുന്നത് വാങ്ങിക്കും, കഴിക്കും, പക്ഷെ താല്പര്യം വീട്ടിൽ വെച്ചുണ്ടാക്കുന്നത് തന്നെയാണ്. ഇനി അടുത്തത് ചിക്കനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മുന്നേ തന്നെ. അപ്പോൾ അതന്നെ ഇവിടെ മസാലയൊക്കെ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, ആ ചിക്കൻ അങ്ങോട്ട് ഇടുക, പരിപാടി കഴിഞ്ഞു. ഇതാണ് ചിക്കൻ വറുത്തത്. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഈ ഇറച്ചി മീനും മുട്ടയും കഴിക്കാത്ത ഒരാളുണ്ട്. ആൾക്ക് സെപ്പറേറ്റ് വേറൊരു കറി ഉണ്ടാക്കണം. അതാണ് ഈ കറി. ഇത് ഞങ്ങളുടെ കറി. ഒരു സിനിമയിൽ പറയില്ലേ, ഇത് സാമിയുടെ കറി, ഇതെൻ്റെ കറിന്ന്, വിയറ്റ്നാം കോളനിയിൽ. അതുപോലെയാണ് ഇവിടെ. ഒരു പ്യുവർ വെജിറ്റേറിയൻ കറി ഉണ്ട്. മോളാണ് അവൾ ഇതൊന്നും കഴിക്കില്ല. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കും. അതിലേക്ക് നമ്മൾ വേറെ ഗ്രേവി ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ ഫ്രൈഡ് റൈസ് കഴിക്കും. എല്ലാ സാധനങ്ങളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിക്കും. നോൺ ഐറ്റംസ് ഒന്നും കഴിക്കില്ല. ഇത് നമ്മുടെ കുട്ടപ്പൻ്റെ ചിക്കൻ വെറുതെ മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങിയത്, കുക്കറിലിട്ട് 2 വിസിൽ. ആദ്യം ഈ ജ്യൂസ് ഇങ്ങനെ നക്കി കുടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇരുന്ന് ചിക്കൻ പീസ് കഴിക്കും. അപ്പോൾ ബിരിയാണി അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ വലിയ വീഡിയോ എടുത്തത് റെക്കോർഡ് ഓണാക്കിയില്ല, അതുണ്ടായത്. അപ്പോൾ ഇത് ഷോർട്സിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ വയ്ക്കുകയാണ്. വേറെ വീഡിയോ ഇല്ല ഇടാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ഒരു ഓട്ടപ്പാച്ചിൽ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബിരിയാണിയും കഴിഞ്ഞു, കുട്ടപ്പനും കിട്ടി, എല്ലാം കൊണ്ടും സന്തോഷം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.